ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തെ കിതാബ് സ്വലാ എന്നതിൽ പറഞ്ഞേക്കണം, ഒരു മനുഷ്യൻ ഒരു നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരുത്തൻ വിചാരവും മോഷണവും പലിശ ഭക്ഷിക്കലും കൊലപാതകവും ചെയ്ത ഒരു മനുഷ്യനേക്കാൾ ഗുരുതരമായ അവസ്ഥയിലാണ് എന്നതിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇജ്മാ ഉണ്ട് എന്ന്. അഭിപ്രായ വ്യത്യാസമല്ല. നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരുത്തൻ കൊലപാതകം, വ്യഭിചാരം, പലിശ ഭക്ഷിക്കുക, മോഷണം, ഹറാമായത് തിന്ന, ഇങ്ങനെയുള്ള ഹറാമുകളെല്ലാം ചെയ്ത ഒരുത്തനേക്കാൾ ഗുരുതരമായ അവസ്ഥയിലാണ് നിസ്കാരം ഉപേക്ഷിച്ച ഒരുത്തൻ്റെ അവസ്ഥ എന്നതിൽ മുസ്ലിങ്ങൾക്ക് ഇജ്മാ ഉണ്ട്, അവർക്കല്ല വ്യത്യാസമില്ല എന്ന് ഇബ്നുൽ ഖയ്യിം രേഖപ്പെടുത്തിയത് കാണാം റഹിമഹുല്ലാഹ്. നിസ്കാരത്തിൻ്റെ ഗൗരവം നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സന്ദർഭത്തിലും നിസ്കാരത്തിന് അളവ് നൽകിയിട്ടില്ല. മനുഷ്യന് ബുദ്ധി ബാക്കിയാണ് നിസ്കരിച്ചിരിക്കണം. സുബ്ഹാനല്ലാഹ്, ഫിഖ്ഹിന്റെ കിതാബുകൾ എടുത്താൽ നമ്മൾക്ക് അത്ഭുതം തോന്നും. നിസ്കരിക്കേണ്ട രൂപം വിവരിക്കുന്നിടത്ത് അവർ ഇങ്ങനെ സാഹചര്യം വന്നാൽ എങ്ങനെ നിസ്കരിക്കണം. അപ്പോൾ കാണാം സ്വലാത്തുൽ മർബൂത്ത്, ഒരു തെങ്ങുമ പിടിച്ച് ഒരുത്തനെ കെട്ടിയിട്ടാൽ എങ്ങനെ നിസ്കരിക്കണം. ഒരാളെ പിടിച്ചിട്ട് വല്ല യുദ്ധത്തിനായിട്ട് പോയി അയാളെ തടവുകാരനാക്കി കൊടുക്കില്ല, തെങ്ങുമ കെട്ടിയിട്ട് എന്നാൽ എങ്ങനെ നിസ്കരിക്കണം. അതുപോലെ തന്നെ നഗ്നനായി ഒരാൾ നിൽക്കേണ്ട അവസ്ഥ, വല്ല ജയിലിലോ കൊണ്ടുപോയിട്ട് ഫിഖ്ഹിന്റെ കിതാബ്, പഴയ കാലത്തെ കിതാബിൽ ഈ മസ്അല പലപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. കാലഘട്ടങ്ങളിൽ യുദ്ധത്തിൽ പോയി ചില പിടിച്ചുകൊണ്ടിട്ട് നഗ്നരായിട്ട് തടവറയിൽ കൊണ്ടുപോയിടും. അപ്പോൾ അവിടെ നമ്മൾ ഇന്ന് ആൾക്കാർ ഈ കിതാബ് എടുത്തു നോക്കി എന്താ ഇതൊക്കെ പറയുന്നത് എന്നായിരിക്കും വിചാരിക്കുക. അത് കാരണം ഇതാണ്. അപ്പോൾ നഗ്നനായാൽ എങ്ങനെ നിസ്കരിക്കണം, ഒരു കൂട്ടം ആളുകൾ നഗ്നരായി ഒരു ജയിലറയിൽ ഇടപെട്ടാൽ എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ ജമാഅത്ത് നിസ്കരിക്കണം. കാരണം നിസ്കാരത്തിന് പണ്ഡിതന്മാർ നൽകിയ ഗൗരവമാണത്. ഇന്ന് ചിലപ്പോൾ നമ്മൾ വായിച്ചാൽ വിചാരിക്കും എന്തിനാണ് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. പക്ഷേ അതിന് കാരണം ഇതാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടാൽ വരെ നിസ്കരിച്ചിരിക്കണം എന്നാണ്. സലാത്തുൽ ഖായിഫ് അല്ലെങ്കിൽ സലാത്തുൽ ഖൗഫ്, ഭയത്തിന്റെ സന്ദർഭത്തിൽ നിസ്കാരം പറയുന്ന സന്ദർഭങ്ങളിൽ പറഞ്ഞ രൂപങ്ങളിലൊന്ന്, ശത്രു പിറകിലുണ്ട്, നീ പേടിച്ചോടാൻ കുതിരപ്പുറത്ത്, അപ്പോൾ എങ്ങനെ നിസ്കരിക്കണം. നിസ്കാരത്തിന്റെ വക്ത് നഷ്ടമാകുമെന്ന് തോന്നിയാൽ നീ എങ്ങനെ നിസ്കരിക്കണം. അതുപോലെ തന്നെ ചില കിതാബുകൾ കാണാം, ഒരുത്തർ കാട്ടിലാണ്, അപ്പോൾ അപ്പുറത്തൊരു സിംഹമുണ്ട്, ഇവിടുന്ന് അനങ്ങിയാൽ സിംഹം അറിയും, അപ്പോൾ അവനെങ്ങനെ നിസ്കരിക്കണം. നിസ്കാരത്തിന്റെ വക്ത് നഷ്ടപ്പെടുമെന്ന് തോന്നി. ഞാനിത് പറയുന്നത് തമാശയല്ല, ഗൗരവകരമായ കാര്യമാണ്. നോക്കൂ നിങ്ങൾ, ഒരു സിംഹം തൊട്ടപ്പുറത്തുണ്ടെങ്കിൽ എങ്ങനെ നിസ്കരിക്കണം. നിസ്കാരത്തിന്റെ വക്തിൽ നിന്ന് നിസ്കാരം പിന്തിക്കാൻ അപ്പോഴും അനുവാദം പണ്ഡിതന്മാർ നൽകിയിട്ടില്ല. വക്തിൽ നിസ്കരിച്ചിരിക്കണം. ജമാഅത്തിന്റെ സമയം കഴിഞ്ഞിട്ട് പിന്നെ സമയം കഴിയുന്ന ഉറപ്പാണെങ്കിൽ നിസ്കരിച്ചിരിക്കണം. അപ്പോൾ അവർ പറഞ്ഞേക്കണം സിംഹം അപ്പുറത്തുണ്ടെങ്കിൽ നിസ്കരിക്കുക, എങ്ങനെ നിസ്കരിക്കുക, അങ്ങനെ അനങ്ങാതിരിക്കുക, നിസ്കാരം മനസ്സിൽ ചിന്തിക്കുക, എന്നിട്ട് നിസ്കരിക്കണം. ഇവ രക്ഷിക്കും വേണം. അതേസമയം തന്നെ നിസ്കാരം അപ്പോഴും മുടക്കാൻ പാടില്ല. അപ്പോൾ ഇബാദത്തുകൾ, പുറമേക്കുള്ള ഇബാദത്തുകൾ, അത് ചില ആളുകൾ ഇന്ന് പറയുന്നത് പോലെ ഒക്കെ ഹൃദയത്തിൽ മതി, മനസ്സിൽ അല്ലാഹ് ഉണ്ടായാൽ മതി, അങ്ങനെയല്ല. രണ്ടും അള്ളാഹു കൽപ്പിച്ചവയാണ്, രണ്ടിനും പ്രാധാന്യമുണ്ട്. വാജിബ് ചെയ്യുക നിർബന്ധമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഹറാം ഉപേക്ഷിക്കുക എന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ് വാജിബ് ചെയ്യാനുള്ളത്, അള്ളാഹ് കൽപ്പിച്ചത് ചെയ്യാനുള്ളത്. കൽപ്പിച്ചത് അനുസരിക്കുക എന്നുള്ളത് ചിലർ പറഞ്ഞു പ്രത്യക്ഷമുണ്ട്. ചിലർ പറഞ്ഞു കൽപ്പിച്ചത് അനുസരിക്കുക എന്നുള്ളത് ഹറാമുകൾ ഉപേക്ഷിക്കുക എന്നതിനേക്കാൾ ഗുരുതരമാണ്. അള്ളാഹ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നീ ചെയ്തിരിക്കണം.